നിൻ ശ്ലീബ ആപത്തിൽ ഫലമതായി തീരണമേ. ഇപ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ധൂപ പ്രാർത്ഥന നിവർത്തിക്കാം. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാൾകളഹോ ഹാലേലൂയ. പൂക്കുന്നതു വയലിൽ പൂ ചെടി പോലെ ബാറക്മോ. നിൻ കൃപയിൽ മടഞ്ഞൊരു ദാസനെ നിൻ ജീവസ്വരമതുണർത്തണമേ. കബറിന്ധ്യാനത്തിന സൗമൻ കാലോസ് കുറിയേലായിസോ. നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും വിലയേറും രക്തകാസ പാനം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പി ചണിയണം നിന്നെ നോക്കും നവരിൽ കാന്തി ബാറക്കുമോ. മൃതരെ ജീവിപ്പിപ്പ നെഴുന്നള്ളും രാജ മുകിലഴകിന്മേലാഘോഷിതനായി ഇടുന്നു. നയവാൻമാത്തൻ മുൻകൊമ്പിൻ നാദം കേട്ടി ടങ്കിയണിഞ്ഞെതിരേൽപ്പാനായി പോയിടുന്നു. മുറിയോറാഹെ മേലയിലുവാതാറേ. പുനരുത്ഥാനത്തിൽ നിന്നുടെ സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ. നിന്നിൽ ശരണത്താൽ നേദ്രയിലായി നിന്റെ വരവിനു കാത്തിടും മൃതരിൽ കനിയണമേ. ഇവനപരാഹത്തെ യുമിസഹാക്കുടയും യാക്കോബിൻ നോടയും മടിയിൽ പാർക്കണമേ. വന്നവനും വരുമോ മൃതർ തന്നുയിരും സ്തുതനെന്നു ശരീര മാക്കൾ പാടണമേ. പിതാവാം ദൈവമേ, അങ്ങയുടെ സ്നേഹവും പുത്രനാം ദൈവമേ, അങ്ങയുടെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങയുടെ സംബന്ധവും സഹവാസവും ഞങ്ങളെല്ലാവരോടും അങ്ങയിൽ നിന്ന് പ്രാപിച്ച അവിടുത്തെ വാത്സല്യം അങ്ങൻ്റെ ആത്മാവോടുകൂടി ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. അഭിവന്യ മാത്യൂസ് മാർ ഇവാനിയോസ് തിരുമേനി ഈ കുടുംബത്തിൻ്റെ ഒരംഗമാണ്. പൂനായിൽ പ്രിയപ്പെട്ട ഇവിടുത്തെ മൂത്ത അമ്മാമ്മയായിരുന്ന സമയത്തും ബഹ്റിനിൽ കുഞ്ഞുവൻചായനോടും മാത്തുക്കുട്ടിച്ചായനോടും ഇവിടുത്തെ എല്ലാ കൊച്ചുമക്കളുടെ മുമ്പിലും ആദരണീയവാനായ ഒരു ഭക്തനായ തിരുമേനിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അഭിവന്യ തിരുമേനി കുഞ്ഞുമൻചായൻ ഹോസ്പിറ്റലായിരുന്ന സമയങ്ങളിലും എല്ലാ ഇവിടുത്തെ വേദന അനുഭവങ്ങളിലും ആശ്വാസ വാക്കുകൾ പകരുവാൻ തിരുമേനി ഓടിയെത്തുന്നുണ്ട്. ഈ ദൈവികമായ സ്നേഹം അടുത്ത തലമുറയിലും തിരുമേനിയോട് ഞങ്ങൾക്ക് സൂക്ഷിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് തിരുമേനിയുടെ ആഗമനത്തിന് പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠന്മാരോടും ദൈവനാമത്തിലുള്ള അഗതമായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു.
ഇപ്പോൾ ഗായക സംഘം ഒരു പാട്ടിന്റെ 2 ചരണങ്ങൾ പാടുന്നതായിരിക്കും. KL02AR 6914 ഹോണ്ട സിറ്റി കാർ അവിടെ നിന്ന് സ്വല്പം മാറ്റി കൊടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. KL02AR 6914 ഹോണ്ട സിറ്റി കാർ. Raja
റാന്നി നിയോജകമണ്ഡലത്തിന്റെ MLA ബഹുമാനപ്പെട്ട രാജീവ് അബ്രഹാം സാർ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട രാജീവ് അബ്രഹാം സാറിന് ഏതാനും വാക്കിൽ അനുശോചനം അറിയിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹമുള്ള അച്ഛൻ, എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയ സഹോദരന്റെ ആകസ്മികമായ വേർപാടിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുകയാണ്. മരണം ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാ മരണങ്ങളും നമ്മളെ ഏറെ സങ്കടത്തിലാഴ്ത്തുന്ന കാര്യവുമാണ്. ജീവിച്ചിരുന്നപ്പോൾ പ്രിയ കുഞ്ഞുമനച്ചായൻ നമുക്ക് കാണിച്ചു തന്ന നല്ല നല്ല കാര്യങ്ങളെ പറ്റിയുള്ള ഓർമ്മകളാണ് നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നത്. തീർച്ചയായിട്ടും ആ ഓർമ്മകൾ നമ്മുടെ എല്ലാം മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് മാർഗദർശിയായി ഭവിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട തങ്കമ്മ, മറ്റ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മറ്റ് മോളി ആൻറ്റി അടക്കമുള്ള മറ്റ് കുടുംബ അംഗങ്ങൾ എല്ലാവരുടെയും ഈ സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് പള്ളിയാങ്കൽ കുടുംബാംഗങ്ങൾ, മറ്റ് ബന്ധുമിത്രാദികൾ, ഇടവക അംഗങ്ങൾ, നാട്ടുകാർ എല്ലാവരുടെയും ദുഃഖത്തിൽ ഈ സന്ദർഭത്തിൽ പങ്കുചേർന്നുകൊണ്ട് എന്റെ അത്യഗാധമായ അനുശോചനം ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു സർ. KL 02ER 6914 ഹോണ്ട സിറ്റി കാർ ദയവായിട്ട് കിടക്കുന്ന റോഡിന്റെ ഭാഗത്തുനിന്ന് മാറ്റണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വണ്ടിയുടെ ബ്ലോക്ക് ആവുന്നു, അതുകൊണ്ട് ദയവ് ചെയ്ത് ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണമേ. സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് ബെഹറിന്റെ മുൻ സെക്രട്ടറി ആയിരുന്ന പ്രിയപ്പെട്ട ബിനുരാജ് ഇപ്പോൾ ബൊക്കെ സമർപ്പിച്ച് അനുശോചനം അറിയിക്കുന്നു. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്യ അച്ഛൻ റാന്നി MLA ശ്രീ രാജു അബ്രഹാം, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, പ്രിയ കുഞ്ഞുമോൻ ചായന്റെ അകാല വേർപാടിൽ ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളോടുള്ള അനുശോചനം അറിയിക്കുന്നതിനായിട്ട് ബഹ്റൈൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ ഒരംഗമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. ബഹ്റിൽ നിന്ന് വന്ന പല മുഖങ്ങളും ഇവിടെയുണ്ട്. അവരുടെ എല്ലാം പ്രതിനിധി എന്ന നിലയിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. പ്രിയ കുഞ്ഞുമോൻ ഷാനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 15 വർഷത്തിലധികമായിട്ട് എനിക്ക് അദ്ദേഹവുമായിട്ട് അടുത്ത പരിചയമുണ്ടായിരുന്നു. ബിസിനസ് കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരൻ മാത്യൂസ്, അതുപോലെ അളിയൻ വിജയൻ ചാൻ, ഇവരുമായിട്ടെല്ലാം വളരെ അടുത്ത സൗഹൃദവും കുടുംബപരമായിട്ടും വളരെ സൗഹാർദ്ദത്തിൽ കഴിഞ്ഞു വന്ന ഒരു രീതിയായിരുന്നു. ഏതാണ്ട് 40 വർഷത്തെ പ്രവാസ ജീവിതത്തിനു ശേഷം 2012 പെട്ടെന്നുണ്ടായ ഈ അസുഖകരമായ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരേണ്ടി വരികയും അതിനുശേഷം പിന്നീട് 2 പ്രാവശ്യം അവിടെ വരികയും ചെയ്തപ്പോഴെല്ലാം അദ്ദേഹത്തെ കാണുവാനും, അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ സഹോദരൻ മാത്യൂസിൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ വന്ന സമയത്ത് ഞാനും എൻ്റെ കുടുംബവും പ്രിയ കുഞ്ഞുമോൻ ഷാനെ വന്ന് കാണുകയും ആ സമയത്ത് അവിടുത്തെ കാര്യങ്ങളെല്ലാം വളരെ ആകാംക്ഷാപൂർവ്വം ചോദിച്ച് മനസ്സിലാക്കുകയും എല്ലാവരോടുമുള്ള സ്നേഹം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തു. കുഞ്ഞുമോൻ ഷാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബഹ്റൈൻ സെന്റ് മേരീസ് ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടമാണ്. കാരണം ബഹ്റൈൻ ഇടവക മധ്യപൂർവ്വ ദേശത്തെ, അതായത് ബഹ്റൈൻ, സൗദി, ദുബായ്, ആ പ്രദേശങ്ങളിലെ മാതൃ ഇടവകയാണ്. ഇടവകയുടെ ആരംഭ
കാരണഭൂതന്മാരായിട്ടുള്ള ആൾക്കാരിൽ ഒരാളാണ് പ്രിയ കുഞ്ഞുമോൻ ചായൻ. അതുമാത്രമല്ല 2003 അവിടുത്തെ ദേവാലയം പുതുക്കിപ്പണിയുകയും അത് ഒരു കത്തീഡ്രലായിട്ട് ഉയർത്തുകയും ചെയ്ത സമയത്തെല്ലാം അദ്ദേഹം മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പള്ളിയിൽ മാത്രമല്ല, കേരള സമാജത്തിലും ഇന്ത്യൻ ക്ലബിലും എല്ലാം തന്നെ വളരെ ആക്റ്റീവായിട്ട് എന്നും കുഞ്ഞുമോൻ ചായൻ മുൻപിലുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ സഹോദരൻ മാത്യൂസ് ആണെങ്കിലും മാത്യൂസ് ചായൻ ഇപ്പോൾ ഏവർക്കും അറിയാവുന്ന ഒരു മുഖമാണ് ബഹ്റിനിൽ. പ്രിയ തങ്കമാമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബഹ്റിനിലുള്ള സീനിയറായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും പരിചിതമായ മുഖമാണ് തങ്കമാമയുടേത്. അമ്മമ്മ എയർപോർട്ടിൽ ജോലി ചെയ്യുകയാണെങ്കിലും ജോലി കഴിഞ്ഞു വന്നാൽ നേരെ പോകുന്നത് സൽമാനിയ എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിലേക്കാണ്. അവിടെയുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും വിഷമാവസ്ഥ അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ പോയി പ്രാർത്ഥിക്കുവാനും ജോലിയില്ലാത്തവർക്ക് വേണ്ടി ജോലി സംഘടിപ്പിച്ചു കൊടുക്കുവാനും അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റിയിരുന്ന ഒരു വ്യക്തിയാണ് തങ്കമാമയും. ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ബഹ്റൈൻ വിട്ടു പോരുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷമമായിരുന്നു. ഈ തരുണത്തിൽ കുഞ്ഞുമോൻ ചായന്റെ വേർപാടിലുള്ള ദുഃഖാർത്ഥരായി ആയിട്ടുള്ള എല്ലാ ബന്ധുമിത്രാദികൾക്കും സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും അതുപോലെ സ്നേഹിതർക്കും ബഹ്റൈൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ അനുശോചനം ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ബ്രദർ. കുഞ്ഞുമോൻ ചായൻ ചെറുപ്പപ്രായം മുതൽ കളിച്ചു വളർന്ന ശാന്തിപുരം യൂണിയൻ കൺവെൻഷന്റെ പ്രതിനിധികൾ പ്രിയപ്പെട്ട PV മാത്യു സാറ് അനുശോചനം രേഖപ്പെടുന്നു. പ്രിയപ്പെട്ട ശാന്തിപുരം കൺവെൻഷന്റെ അംഗങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ ബൊക്കെ സമർപ്പിക്കുന്നതായിരിക്കും. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്, അദ്ദേഹം എൻ്റെ ശിഷ്യനാണ്, റാന്നി സെന്റ് തോമസ് കോളേജിൽ പഠിച്ചതാണ്. അതുപോലെ തന്നെ ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങള്, പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെ, അയൽവാസികളെ, ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരും. മരണമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമാണ്, സുനിശ്ചിതമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ക്രിസ്തീയ വീക്ഷണത്തിൽ നമ്മൾ മരണത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ പ്രത്യാശയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന പുണ്യം. മരിച്ചതുകൊണ്ട് മാത്രം ജീവിതം അവസാനിക്കുന്നില്ല. ഈ ലോകത്തിനപ്പുറത്ത് വേറൊരു ജീവിതം ഉണ്ടെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. മരിച്ചവർക്ക് പുനരുത്ഥാനമുണ്ട്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്, ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. ഇതുപോലെ ബൈബിളിൽ മരിച്ചവരെ കുറിച്ച് ഒരുപാട് സാദൃശ്യങ്ങളുണ്ട്. തങ്ങളുടെ വിളക്കുമെടുത്ത് മണവാളിനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യമാണ് സ്വർഗരാജ്യം എന്നൊക്കെ പറയുന്നത് ഈ മരിച്ചവരെ കുറിച്ചുള്ള ഒരു സാദൃശ്യമാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിവിടെ നിൽക്കുന്നത് ശാന്തിപുരം യൂണിയൻ കൺവെൻഷന്റെ നാമത്തിൽ പ്രിയപ്പെട്ട കുഞ്ഞോനച്ചാന്റെ വേർപാടിൽ ദുഃഖിക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ്. ശാന്തിപുരം യൂണിയൻ കൺവെൻഷൻ എന്ന് പറയുന്നത് ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും വളരെ ആത്മീയമായ ഉണർവും പ്രത്യാശയും നൽകുന്ന ഒരു കൺവെൻഷനാണ്. വർഷം തോറും നടക്കുന്ന ഒരു കൺവെൻഷനാണ്. അതിന്റെ വലിയൊരു നെടുംതൂണായിരുന്നു പ്രിയപ്പെട്ട കുഞ്ഞോനച്ചൻ. അദ്ദേഹം സാമ്പത്തികമായും ശാരീരികമായും എല്ലാ രീതിയിലും ഈ കൺവെൻഷനെ സഹായിക്കുകയും അതിന്റെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ രാജു, അതുപോലെ പള്ളിയാങ്ക കുടുംബം പിയോസ്കറിയ അച്ഛൻ, അതുപോലെ അദ്ദേഹത്തിന്റെ മക്കളെല്ലാവരും ഈ കൺവെൻഷന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അപ്പൊ പ്രിയപ്പെട്ട കുഞ്ഞോനച്ചാന്റെ വേർപാടില് തീർച്ചയായും നമുക്ക് ദുഃഖമുണ്ട്. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആത്മീയമായ പ്രത്യാശയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അദ്ദേഹം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാവും. തീർച്ചയായും അങ്ങനെ സംഭവിക്കും എന്നുള്ള വിശ്വാസമാണ് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് ഈ ശാന്തിപുരം യൂണിയൻ കൺവെൻഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ കുഞ്ഞോനച്ചായന്റെ വേർപാടിൽ 65 വയസ്സേ അദ്ദേഹത്തിന് ഉള്ളൂ എന്നാണ് ഞാൻ അറിയുന്നത്.
ഇത്രയും കാലം നന്നായി ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന്റെ വേർപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഭാര്യയോടും ഭാര്യയോടും സഹോദരന്മാരോടും സഹോദരികളോടും ഈ ദുഃഖത്തിൽ ഈ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരോടുമുള്ള അനുശോചന ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിന് ദൈവം നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയുമാണ്. അനുശോചന സൂചകമായി കൺവെൻഷൻ കമ്മിറ്റിയുടെ നാമത്തിൽ ഇവിടെ ബൊക്കെ സമർപ്പിക്കുന്നു. എനിക്ക് ഈ അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടും ഭാരവാഹികളോടും എല്ലാം ഉള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കും. പ്രിയപ്പെട്ട സാറ് സെന്റ് തോമസ് കോളേജിലെ എൻ്റെ അധ്യാപകനാണ്. പ്രിയപ്പെട്ട സാറിനുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഓർത്തഡോക്സ് സഭയുടെ സുവിശേഷനായ ബ്രദർ മോനച്ചൻ വർഗീസ് മാത്യു ഏതാനും വാക്ക്. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, കർത്താവിൽ സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, ബാന്ധവരെ, ഇടവക മുതുപാല സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവ അംഗങ്ങളെ എല്ലാവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 14:13 യോഹന്നാൻ ഒരു ദർശനം കണ്ടു. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. ഈ ദേശത്തിന്റെ വിളക്കും വെളിച്ചവുമായി നിന്ന പ്രിയപ്പെട്ട കുഞ്ഞുമോൻ ചായൻ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് ചേർന്നിരിക്കുകയാണ്. യേശു തമ്പുരാൻ ഒരിക്കൽ പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവന് മരണമില്ല. ഈ കുഞ്ഞുമൻചാനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് കാലം ചെയ്ത ബസേലിയോസ് മാർത്തോമ മത്തിയൂസ് തുതിയൻ ബാവ തിരുമേനി ഒരിക്കൽ 2-3 അച്ഛന്മാരോട് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞ ഒരു വാക്കാണ്, ഈ കുഞ്ഞുമോൻ എനിക്ക് ആദരവും സ്നേഹവുമുള്ള ഒരു മകനാണ്. എൻ്റെ പ്രയാസഘട്ടങ്ങളിലൊക്കെ എന്നെ വളരെയധികം താങ്ങി നിർത്തിയത് ഈ മകനാണ്. ഈ മകന്റെ എളിയവരോടുള്ള കരുണ അത് സ്വർഗത്തിലൊരു നിക്ഷേപമാണ് എന്ന് ബസേലിയോസ് മാർത്തോമ മത്തിയൂസ് തുതിയൻ ബാവ തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചത് ഞാൻ ഈ തരുണത്തിൽ ഓർക്കുകയാണ്. ഞാൻ ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് ഈ പള്ളിയാങ്കൽ കുടുംബത്തിൽ ഈ പ്രിയ കുഞ്ഞുമൻചായൻ ശാരീരികമായൊക്കെ ക്ഷീണവും ശരീരത്തിൽ രോഗമൊക്കെ ഉണ്ടെങ്കിലും ഒരിക്കൽ എന്നോട് പറഞ്ഞത്, എനിക്ക് ഈ രോഗമൊന്നും ഒരു പ്രശ്നമല്ല, എന്റെ ദൈവത്തിന്റെ കൃപയുണ്ട്, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ മീ എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് വളരെ വ്യക്തമായി എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. കുഞ്ഞുമൻചാനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ രോഗമുണ്ടായിരുന്നെങ്കിലും എല്ലാവരുടെയും ഒരു പ്രിയങ്കരനായിരുന്നു. പ്രത്യേകിച്ച് സഭാകാര്യങ്ങളിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു സ്വത്തായി നിന്നു എന്നുള്ളത് ഞാൻ അഭിമാനത്തോടെ പറയട്ടെ. ഗൾഫിലായാലും ഇവിടെ നാട്ടിലായാലും പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിലൊക്കെ ഒരു സുപ്രീം ലവ്, സുപ്രീം പ്രയോറിറ്റി കൊടുത്ത ഒരു മാന്യദേഹമാണ് ഇന്ന് ഗോത്രപിതാക്കന്മാരായ അബ്രഹാമിന്റെ മടിയിലേക്ക് ചേർന്നിരിക്കുന്നത്. മരണത്തെക്കുറിച്ച് 3 വാക്കുകൾ മാത്രം ഓർപ്പിച്ച് നിർത്തുകയാണ്. എന്താണ് ഒരു വിശ്വാസിക്ക് മരണം? അതൊരു പ്രമോഷനാണ്. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ഇന്ന് ഈ കുഞ്ഞുമൻചായൻ ഒരു ലാഭ കച്ചവടത്തിന് വേണ്ടി പോയിരിക്കുക. എവിടേക്കാണെന്നറിയാമോ?
നീതിമാന്മാരുടെ കൂടാരത്തിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ശബ്ദം മുഴക്കുവാനായി പിതാക്കന്മാരുടെ തലമുറയിലേക്ക് ചേർന്നിരിക്കുക. നമുക്കൊക്കെ മരണം വേദനയാണെങ്കിലും മരണം ഒരിക്കലും ഒരു വിശ്വാസിക്ക് വേദനയല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായുള്ള ഒരു ഇന്നർ ഇന്റിമസിയാണ്. അതുകൊണ്ടാണ് ലോർഡ് ടെന്നിസൺ ഒരിക്കൽ പറഞ്ഞു, ഞാൻ പണ്ട് ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ ലോർഡ് ടെന്നിസൺ പറഞ്ഞ, ഡെത്ത് ബി നോട്ട് പ്രൗഡ്, മരണമേ നീ ഞെളിയണ്ട, നീ അഹങ്കരിക്കണ്ട. എ ഷോർട്ട് സ്ലീപ്പ്, ഒരു ചെറിയ ഉറക്കം മാത്രം. ആൻഡ് ഐ വിൽ വേക്ക് അപ്പ് എഗൈൻ ഇറ്റേൺലി, ഞാൻ നിത്യതയ്ക്കായി വീണ്ടും ഉണരും. എ ഷോർട്ട് വോയേജ്, ഒരു കടൽ യാത്ര അല്ലെങ്കിൽ കപ്പൽ യാത്രയാണ്. തീർച്ചയായും ഈ പിതാവിന് ഇന്ന് കിട്ടിയിരിക്കുന്ന ലാഭമാണ്. രണ്ടാമതായി മരണം എന്താണെന്ന് ചോദിച്ചാൽ മരണം പ്രമോഷനാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ്ലിയ റോമൻ കാരാഗ്രഹം കിടന്നുകൊണ്ട് യൂറോപ്പിലെ ആദ്യത്തെ സഭയ്ക്ക് എഴുതുമ്പോൾ പറയും, മരണം എന്താണ്? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. ഇന്നൊരു അത്യുത്തമ പദവി കിട്ടിയിരിക്കുക. എവിടെയാണ്? സ്വർഗീയ മാലാഖമാരോടും പരിശുദ്ധന്മാരോടും ചേർന്ന് സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ കടന്നുപോയതാണ്. തീർച്ചയായും ഈ ഓർത്തഡോക്സ് സഭയിലെ പിതാക്കന്മാര് പറയും, വന്നവനും വരുവാനിരിക്കുന്നവനും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനുമായ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ കടന്നുപോയതാ. ഇവിടെ പിതാക്കന്മാരുടെ ദർശനം അതാണ്. എന്താണെന്നറിയാമോ? യേശുവേ, നീ വന്നവനാണ്, നീ വരുവാനിരിക്കുന്നവനാണ്, നീ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ്. ഈ മനോഹരമായ പ്രഷ്യസ് സോങ് നടത്തുവാനായി പിതാക്കന്മാരുടെ തലമുറയിലേക്ക് ഈ പിതാവ് ഇന്ന് കടന്നുപോയിരിക്കുക. ഭരണത്തെക്കുറിച്ച് മൂന്നാമതായി മരണം ഒരു പീസ്ഫുൾ ഡിപ്പാർച്ചർ, സമാധാനത്തോടുള്ള ഒരു കടന്നുപോക്കാണ്. ഒരു വിശ്വാസിക്ക് തന്റെ ശരീരരക്തം ഭക്ഷിച്ച ഈ പിതാവിന് കർത്താവിന്റെ ശരീരരക്തം ഈ അവയവങ്ങളിൽ മറഞ്ഞിരിപ്പുണ്ട്. തീർച്ചയായും കർത്താവായ യേശു ക്രിസ്തു രാജാവായി മധ്യാകാശത്തിൽ വരുമ്പോൾ ഈ പിതാവിനെ വിളിക്കും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവയിൽ വരുവീൻ, ലോക ആരംഭം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളെന്ന് പറയുന്ന മനോഹര ശബ്ദം കേൾക്കുവാനും. കർത്താവെ, ഈ പിതാവ് നമ്മോട് മൗനമായി പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. നമുക്കിനി അദ്ദേഹത്തിന് കൊടുക്കാൻ ഒരു കാര്യമുള്ളൂ. ജീവനുള്ളവരോടും മരിച്ചവരോടും ദയ ചെയ്യുന്ന ദൈവം കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ കർത്താവെ കരുണ കൊടുക്കണമേ, ദയ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഇടയാകണം. ഈ പിതാവിന്റെ പാദത്തിൽ എന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുക. പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു നല്ല അസറ്റായി, ഒരു ഡെപ്പോസിറ്റായി നിന്ന പിതാവ് ഇനിയും പിതാക്കന്മാരുടെ തലമുറയിലിരുന്ന് ആരാധിച്ച് ആമോദിക്കുവാൻ പോകുന്ന പിതാവിന് നമുക്ക് സമാധാനത്ത് പറഞ്ഞേക്കാം. പ്രത്യേകിച്ച് സഹധർമ്മിണിയെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ എപ്പോഴും പറയും, ഈ പിതാവിന്റെ തണലും താങ്ങുമായി നിന്നത് ഈ പ്രിയ അമ്മാമയാണ്. തന്റെ ആയുസ് മുഴുവൻ തന്റെ ഭർത്താവിനെ കരുതി സ്നേഹിച്ച ഈ അമ്മാമ്മ ഇനി ഒറ്റയ്ക്കല്ല. എവർ ലവിങ് ക്രൈസ്റ്റ് ആൻഡ് എവർ ലിവിങ് ക്രൈസ്റ്റ്, ജീവിക്കുന്ന കർത്താവ്, എവർ ലവിങ് ക്രൈസ്റ്റ് ആൻഡ് എവർ ലിവിങ് ക്രൈസ്റ്റ് കൂടെയുണ്ട്. തീർച്ചയായും അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും മടിയിൽ ദൈവം കരുണ കൊടുക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയും നിത്യശാന്തി നേരുകയും മഹത്വത്തിൽ പിതാക്കന്മാർ ആനന്ദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരം തന്ന ചുമതലക്കാരോടുള്ള പ്രത്യേക സ്നേഹാദരം അർപ്പിച്ചുകൊണ്ടും അച്ചാന് നിത്യശാന്തി നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട ജോസഫ് പുതുശ്ശേരി സാറ് ഏതാനും വാക്കുകൾ ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട അച്ഛൻ, ബന്ധുമിത്രാദികളെ, പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട കുഞ്ഞുമനിച്ചായൻ്റെ ദേഹവിയോഗത്തിലുള്ള ഹൃദയപൂർവമായ അനുശോചനം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമുക്കറിയാം, മരണം എപ്പോഴും വേദന ഉളവാക്കുന്ന ഒരു വികാരമാണ്. അത് നമുക്ക് വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമാകുമ്പോൾ ആ വേദനയുടെ തീവ്രത വർദ്ധിക്കുന്നുവെന്നും നമുക്കറിയാം. ആ തീവ്രമായ മനോവികാരമാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിലൂടെ കടന്നു പോകുമെന്ന് ഞാൻ കരുതുകയാണ്. വളരെ മാന്യമായി പെരുമാറുകയും ഇടപെടുകയും ആ നിലയിൽ മറ്റുള്ളവരുമായി നല്ല ബന്ധവും സൗഹൃദവും ഒക്കെ സ്ഥാപിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട കുഞ്ഞുമനിച്ചാൻ, ആ നിലയിലുള്ള നല്ല ഓർമ്മകളാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് എല്ലാവരുടെയും മനസ്സിലൂടെ കടന്നു വരിക. മാതൃകാപരമായി വർത്തിച്ച ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ വേർപാടുണ്ടാക്കുന്ന വേദന
വളരെയേറെയാണ്. ഈ കുടുംബവുമായുള്ള ബന്ധം, സഹോദരന്മാരുമായുള്ള ബന്ധം, ഇതൊക്കെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അനുസ്മരിക്കുന്നു. ആ നിലയിൽ ഈ കുടുംബത്തിൻ്റെ വേദനയിൽ ഹൃദയപൂർവ്വം ഞാനും പങ്കുചേരുകയാണ്. വേർപാട് വേദനാജനകമാണെങ്കിലും ക്രിസ്തീയ ജീവിതം പ്രത്യാശയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ മരണം അന്ത്യമല്ല, പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു തുടക്കമാണ്. നിശ്ചയമായും ആ വലിയ പ്രത്യാശ ബന്ധുമിത്രാദികളെ ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ നമുക്ക് ഒരുമിച്ച് കാണാം എന്ന വലിയ പ്രത്യാശ കുടുംബാംഗങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയപൂർവമായ അനുശോചനം ഞാൻ അറിയിക്കുന്നു. താങ്ക് യു സർ. റാന്നിയിൽ മാർത്തോമാ സഭയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ബാബുച്ചാൻ ഇപ്പോൾ 2 വാക്കുകൾ അനുശോചനം അറിയിക്കുന്നു. ദൈവനാമത്തിന് മുഖത്തുണ്ടായിട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ ജോസഫ് സാറ്, ദുഃഖത്തിലും ഭാരത്തിലും ആയിരിക്കുന്ന എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. ഈ ഭവനവുമായിട്ട് വളരെ വർഷത്തെ ബന്ധങ്ങൾ ഉണ്ട്. കുഞ്ഞോണിച്ചാനെ സംബന്ധിച്ച് പറഞ്ഞോളും വലിയ ആത്മാർത്ഥതയോടെ ഞങ്ങളിവിടെ വരുമ്പോഴും റാന്നി വരുമ്പോഴൊക്കെയും കാണുമ്പോഴൊക്കെയും വളരെ ആത്മാർത്ഥമായി ഞങ്ങളുടെ സ്നേഹത്തിലും ഒക്കെ ഇടപെട്ട ഒരു വ്യക്തി ജീവിതമായിരുന്നു. കാണുമ്പോഴൊക്കെയും വളരെ സന്തോഷത്തോടെ കൈകൊള്ളുകയും സ്നേഹാദരവുകൾ പകരുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതുകൂടാതെ സഹോദരിമാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ആനിമാമൻ ഞങ്ങളുടെ സ്വപ്നം. സഹോദരിയപ്പാക്ക് സ്വന്തം അടുത്ത് തന്നെ ജപിച്ച വർഷത്തെ പരിചയമുണ്ട്. അജു അച്ഛൻ ഞങ്ങളൊന്നിച്ച് ശുശ്രൂഷകളിലൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ വളരെ ബന്ധമുള്ള ഒരു ഭവനമായിരുന്നു ഇത്. മരണവാർത്ത അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചു ചോദിക്കുകയും ഇവിടെ വരുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അതിനിപ്പം വന്നു. മരണം ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യനായി അല്ലെങ്കിൽ ഏതു വിധത്തിൽ ജനിച്ചെന്ന് പറഞ്ഞാലും ആ മരണം ജനിച്ചാൽ ആ വ്യക്തി മരണപ്പെട്ടേ പറ്റുള്ളൂ. അത് സമയം ഒന്നും നിശ്ചയമില്ല. എന്നാൽ മരണം അത് വിളിക്കുമ്പോൾ നമ്മൾ പോയേ പറ്റുള്ളൂ. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം തൻ്റെ ഈ ലോകത്തിലെ ജീവിതം തികച്ച് സന്തോഷമായ ജീവിതം പങ്കുവെച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ പ്രിയദാസനുണ്ട്. ഇനിയും നമുക്ക് അങ്ങോട്ട് ചെന്ന് കാണാൻ പറ്റുകയുള്ളൂ. ആ പ്രിയാവതിൻ്റെ ആ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശ നമുക്ക് യാത്ര അയക്കാം. വേറെപാട് നമുക്ക് വളരെ ദുഃഖവും ഭാരവും പ്രയാസവും ഉളവാക്കുന്നതാണെങ്കിലും നിത്യമായ സന്തോഷം വീണ്ടും കാണാമെന്ന പ്രത്യാശ നമുക്ക് യാത്ര അയക്കാം. ദൈവം തൻ്റെ വചനത്താൽ നമ്മളെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഉള്ള ദുഃഖവും പ്രയാസവും അറിയിച്ചുകൊണ്ട് ഞാൻ ഒരു പാട്ടിൻ്റെ അടികൾ പാടി ഞാൻ വിരമിക്കുന്നു. പുരമേൽ മുളയ്ക്കും പുല്ലിനു സമം നാരന്റെ ജീവിതം ഉലകിൽ വാടിപ്പോഴിയും പുഷ്പം പോലവൻ ഓടിപ്പോം നിഴൽ പോലെ വാടിപ്പോഴിയും പുഷ്പം പോലവൻ ഓടിപ്പോം നിഴൽ പോലെ ഒരിക്കലേവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും മരിപ്പാൻ ദാരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ ദാരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ ഒന്നും ഞാനീകെ കൊണ്ടുവന്നില്ല ഒന്നും കൂടാതെ പോകും സമ്പാദിച്ചതു പിന്നിൽ തള്ളണം നമ്പിക്കൂടല്ലോ ലോകം സമ്പാദിച്ചതു പിന്നിൽ തള്ളണം നമ്പിക്കൂടല്ലോ ലോകം ഒരിക്കലേവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും മരിപ്പാൻ ദാരിദ്രൻ ധനികൻ
വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ. ദാരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ. അതിൻ്റെ വളരെ അടികൾ പാടാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് അവസരം തന്ന എല്ലാവരോടും നന്ദി അടിച്ചുകൊണ്ട് ഞാൻ. താങ്ക് യു ബാബുഷ. ഇപ്പോൾ കൊയറ ഒരു പാട്ട് ആലപിക്കുന്നതായിരിക്കും. വിണ്ണിലെ വീടൊരു
2 കൊരിന്ത്യർ 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ.
കൂടാരമായ ഞങ്ങളുടെ ഭവഭവനം കഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞെറങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിക്കുവാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല മർത്യമായ ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഒടുക്കുവാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്നു പരദേശികളായിരിക്കുമെന്നും അറിയുന്നു. കാഴ്ചയിലല്ല വിശ്വാസത്തിലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായസ്ഥാനത്തിന് മുമ്പായി വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസ്സാക്ഷികൾ വെളിപ്പെട്ടിരിക്കുന്നു ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല, ഹൃദയം നോക്കിയിട്ടല്ല മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് വകയുണ്ടാകേണ്ടതിന് ഞങ്ങളെക്കുറിച്ച് പ്രശംസിക്കുവാൻ നിങ്ങൾക്ക് കാരണം തരിക എത്ര ചെയ്യുന്നത്. ഞങ്ങൾ വിവശന്മാരെന്ന് വരികിൽ ദൈവത്തിനും സുബോധമുള്ളവരെന്ന് വരികിൽ നിങ്ങൾക്കുമാകുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിയും മേലങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പന്റെ ശിക്ഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്ന പോലെയാകുന്നു. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. മാർത്തോമാ സഭയുടെ സന്നദ്ധ സുവിശേഷ സംഘത്തിലെ ആക്റ്റീവ് പ്രവർത്തകനും കൺവെൻഷൻ പ്രസംഗനുമായ ശ്രീ ബാബുക്കുട്ടി നരകത്താനി ഏതാനും വാക്കുകൾ ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞുമനുഷ്യാന്റെ ദേഹയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട തങ്കമാമ, സഹോദര സഹോദരികളെ, ബന്ധുമിത്രാദികളെ, കർത്താവിൽ പ്രിയരെ, പ്രിയപ്പെട്ട കുഞ്ഞുമനുഷ്യാനും അദ്ദേഹത്തെ എനിക്ക് അച്ചായൻ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾ തമ്മിൽ സമപ്രായക്കാരാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അച്ചായൻ എന്ന് വിളിക്കുന്നത്? കാരണം അദ്ദേഹം വിവാഹം ചെയ്തിരിക്കുന്നത് എൻ്റെ കുടുംബത്തിൽ നിന്നും അറ്റാശ്ശേരി ശാഖയിൽ പ്രിയപ്പെട്ട തങ്കമാമയാണ്. തങ്കമാമയും ഞാനുമായിട്ട് തങ്കമാമ മൂത്തതായതുകൊണ്ടുമല്ല, എന്നാൽ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ തങ്കമാമ എൻ്റെ മാതാവിൻ്റെ സ്ഥാനത്ത് വരും. എൻ്റെ മാതാവിൻ്റെ സ്ഥാനത്ത് വരുന്ന തങ്കമാമയാണ് പ്രിയപ്പെട്ട കുഞ്ഞുമനുഷ്യാൻ വിവാഹ ശുശ്രൂഷയിൽ കൂടെ കുടുംബമായി ജീവിപ്പാൻ ദൈവം സഹായിച്ചത്. പ്രിയപ്പെട്ട തങ്കമാമ ഞങ്ങളുടെ കുടുംബശാഖയാകുന്ന ആറ്റാശ്ശേരിയിൽ കുടുംബത്തിൻ്റെ അംഗമാണ്. ഈ തരുണത്തിൽ കുടുംബയോഗത്തിൻ്റെ കൂടെ അനുശോചനം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. പ്രിയപ്പെട്ട കുഞ്ഞുമനുഷ്യാൻ കഴിഞ്ഞ ദീർഘകാലം ബഹറിൻ്റെ പ്രദേശത്ത് ജോലി ചെയ്തു. ആ സമയങ്ങളിലൊക്കെയും എനിക്ക് ഞാൻ ജോലി അനുസരിച്ച് അവിടെ ആയിരിക്കുമ്പോഴും തുടർന്ന് കർത്താവിൻ്റെ വേലയിൽ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ പല പ്രാവശ്യം ഭയങ്ങൾ ചെയ്യുമ്പോഴും പ്രിയപ്പെട്ട കുഞ്ഞുമനുഷ്യാനോടും തങ്കമാമയോടും ആതിഥ്യം അനുഭവിച്ച് ജീവിപ്പാനും അവരുടെ സഹകരണവും കൂട്ടായ്മയും സ്നേഹവും അനുഭവിപ്പാനും ഇടയായിട്ടുണ്ട്. ഇതൊക്കെ ഇത്തരണത്തിൽ ഓർക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുമനുഷ്യാൻ തങ്കമാമയും അവരുടെ ജീവിത യാത്രയിൽ പ്രത്യേകിച്ച് ബഹ്റിൻ്റെ ദേശത്തായിരുന്നപ്പോൾ, ബഹ്റിനെ സംബന്ധിച്ച് ബഹ്റിൻകാരൊക്കെ ഇവിടെ വന്ന് ഓൺലൈൻകാരൊക്കെ അനുശോചനം പറഞ്ഞു കാണും, ഇല്ലെങ്കിൽ പറയും.
ബഹറിന്റെ പ്രദേശത്ത് ഏറ്റവും അനുഗ്രഹമായ സാക്ഷ്യമുള്ള കുടുംബമായി പാർത്ത ഒരു കുടുംബമാണ്. അവിടെ മാർത്തോമാന്നോ യാക്കോബാന്നോ ഓർത്തഡോക്സെന്നോ CSI എന്നോ ബന്ധക്കോസെന്നോ വ്യത്യാസമില്ലാതെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു നല്ല എക്യുമെനിക്കൽ ലീഡേഴ്സായിട്ട് അവിടെ പാർക്കുവാൻ പ്രിയപ്പെട്ടതിന്റെ കുഞ്ഞുങ്ങൾക്കിടയായിട്ടുണ്ട്. മാത്രവുമല്ല, അവിടുത്തെ ഓർത്തഡോക്സ് ഇടവകയുടെ പള്ളി പണിക്ക് ഏറ്റവും അധികം മുൻകൈ പ്രവർത്തിപ്പാൻ പ്രിയപ്പെട്ട കുഞ്ഞുമച്ചാനെ ദൈവമെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട കുഞ്ഞുമച്ചാൻ ഇന്ന് ഇവിടെ ഈ സമയത്ത് നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ പ്രിയപ്പെട്ട കുഞ്ഞുമച്ചാൻ ഇതൊന്നും പങ്കെടുക്കുന്നില്ല. അത് നാം ഓർക്കണം. ക്രൈസ്തവ ശുശ്രൂഷയിൽ 3 ഭാഗമാണ്, 3 ശുശ്രൂഷയാണ് നടക്കുന്നത്. 1-ാം ഭാഗം ശുശ്രൂഷയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 2-ാം ഭാഗം ശുശ്രൂഷയിൽ പള്ളിയിൽ നടക്കും. 3-ാം ഭാഗം ശുശ്രൂഷ സെമിത്തേരിയിൽ നടക്കും. ഇങ്ങനെ 3 ഭാഗം ശുശ്രൂഷയായിട്ടാണ് ക്രിസ്തീയ സഭ ശുശ്രൂഷയായിട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ 1-ാം ഭാഗം ശുശ്രൂഷ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ എന്തിനു വേണ്ടി, എന്താണ് ഓർപ്പിക്കുന്നത്, എന്താണ് ഇങ്ങനെ ഒരു അവസരം എനിക്കുമുണ്ട്. ഓർത്തുകൊള്ളണം. ഇങ്ങനെ ഒരു ദിവസം നാമും കിടന്നേ മതിയാകൂ. അത് നിർബന്ധമാണ്. മനുഷ്യൻ ജനിച്ചാൽ ജീവിച്ച് മരണം കണ്ടെത്തിയേ മതിയാവൂ. അപ്പം ഇതുപോലൊരു അവസരം നമുക്ക് ഉണ്ട് എന്നുള്ളത് ഒരു വിളിച്ചറിയിക്കുകയാണ് ഈ 1-ാം ഭാഗം ശുശ്രൂഷയിലൂടെ നടക്കുന്നത്. അത് മറന്നു പോരുത്. അതുകൊണ്ട് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും ചെയ്ത പ്രവൃത്തിക്കൊത്തവണ്ണമാണ് ന്യായാസനത്തിൽ ലഭിക്കുന്നത്. മാത്രവുമല്ല, ഇവിടെ ഈ സാക്ഷി പ്രഖ്യാപനം നടക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്താണ് ഈ പ്രിയപ്പെട്ട മകൻ വേർപെട്ടവർ എന്താണ് ചെയ്തത് എന്നതിനെ പറ്റിയാണ് പരസ്യമായി ഈ 1-ാം ഭാഗം ശുശ്രൂഷയിൽ സാക്ഷീകരിക്കുകയാണ്. ഞാനും പല കാര്യങ്ങളും ഇവിടെ ഓർപ്പിക്കുകയുണ്ടായി. കുടുംബത്തിലുള്ള കാര്യങ്ങളിലും സാമൂഹിക ബന്ധങ്ങളിലും സഭാതലങ്ങളിലും മറ്റ് ആയിരുന്ന സ്ഥാനങ്ങളിലൊക്കെ എങ്ങനെ ജീവിച്ചു എന്നുള്ളത്. അപ്പം നാം ഒക്കെ ജീവിച്ചത് എങ്ങനെയാണ്? എങ്ങനെയെങ്കിലും 80, 90, 100 വയസ്സ് വരെ ജീവിച്ചിട്ട് ചത്തൊടുങ്ങുക എന്നുള്ളതല്ല. ജീവിതത്തിൽ എത്ര വർഷം ജീവിച്ചാലും ജീവിതത്തിൽ ശുഭമായ ഒരു യാത്രയപ്പ് ലഭിക്കുമ്പോൾ ആ യാത്രയപ്പ് ജീവിതം എങ്ങനെ പര്യവസാനിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട കുഞ്ഞുമനുച്ചാൻ തന്റെ ജീവിതയാത്രയിൽ തനിക്ക് ലഭിച്ചതായ സാക്ഷി ജീവിതം വളരെ സന്തോഷത്തോടെ ആ ശുശ്രൂഷ നിറവേറി എന്നുള്ളതിന്റെ ഒരു സാക്ഷ്യ പ്രഖ്യാപനമാണ് ഇവിടെ പലരും വന്ന് അനുശോചനം രേഖപ്പെടുത്തുമ്പോൾ സാക്ഷിയിരിക്കുന്നത്. 2-ാം ഭാഗം ശുശ്രൂഷ ദേവാലയത്തിലാണ്. 2-ാം ഭാഗം ശുശ്രൂഷ ദേവാലയത്തിൽ നടക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ജീവിതയാത്രയിൽ താൻ വിശുദ്ധ ആരാധനയിൽ പതിവായി പങ്കെടുക്കുന്നു എന്നുള്ളതിന്റെ ഒരു സാക്ഷ്യമാണ്. എല്ലാ വിശുദ്ധ ഞായറാഴ്ചയും വിശുദ്ധ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട ദാസനെയും നമ്മൾ ഇപ്പോൾ വിശുദ്ധ പട്ടക്കാർ കടന്നു വന്ന് ശുശ്രൂഷ ചെയ്ത് ദേവാലയത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കും. അപ്പോൾ എന്താണ് അത് ഓർപ്പിക്കുന്നത്? കഴിഞ്ഞ ജീവിതകാലങ്ങളിലൊക്കെയും ദേവാലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു സാക്ഷ്യമാണ് അത് നിറവേറുന്നത്. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, ഇവിടെ ഇരിക്കുന്നവരാരെങ്കിലും താൻ ആയിരിക്കുന്ന ആലയങ്ങളിൽ ആയിരിക്കുന്ന സഭയിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആരാധനയിൽ പങ്കെടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മരണശേഷം പിന്നെ പള്ളി കൊണ്ടുപോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. മരണശേഷം പള്ളി കൊണ്ടുപോകുന്നത് ചത്തതിന് ശേഷം അടക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതല്ല. ജീവനോടെ ഇരുന്ന കാലങ്ങളിൽ ആരാധനയിൽ പങ്കെടുത്തതിന്റെ സാക്ഷ്യപ്രഖ്യാപനമാണ് 2-ാം ഭാഗം ശുശ്രൂഷ നടക്കുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ ശബ്ദബലിയിലായിരിക്കുന്ന ആരെങ്കിലും ക്രിസ്ത്യാനിയായി ജനിച്ചതുകൊണ്ടോ ഹിന്ദുവായി ജനിച്ചതുകൊണ്ടോ മുസൽമാനായി ജനിച്ചതുകൊണ്ടോ ഒന്നും ആകുന്നില്ല. അവനവനായിരിക്കുന്ന ജാതി മത ഭേദമന്യേ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പോകുന്ന ദൈവമക്കളായിരിക്കാൻ ഈ സന്ദർഭം ഓർപ്പിക്കുന്നു. 3-ാം ഭാഗം ശുശ്രൂഷ സെമിത്തേരിയിലാണ്. എന്താണ് സെമിത്തേരിയിൽ പ്രഖ്യാപിക്കുന്നത്? കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കും. ആ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുമ്പോൾ അന്ന് ക്രിസ്തുവിനോട് ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരും ഉയർക്കും എന്നുള്ള വലിയ പ്രഖ്യാപനം. അതുകൊണ്ട് കർത്താവ് വീണ്ടും വരുമെന്നുള്ള ഒരു വലിയ പ്രത്യാശയുടെ പ്രഖ്യാപനമാണ് സെമിത്തേരിയിൽ നടക്കുന്നത്, ആ ശുശ്രൂഷ. അപ്പം 3-ാം ഭാഗം ശുശ്രൂഷയാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത്. എന്താ പ്രത്യാശ നൽകുന്നത്? നമ്മുടെ കർത്താവ് വീണ്ടും വരും എന്നുള്ള വലിയ ഉറപ്പ്. ആ വീണ്ടും വരും എന്നുള്ള ഉറപ്പ് വരുമ്പോൾ ഉയർക്കുന്നത് അവനോട് ക്രിസ്തുവിൽ ജനിച്ചവർ, ക്രിസ്തുവിൽ ജീവിച്ചവർ വീണ്ടും
വീണ്ടും ഉയർക്കും എന്നുള്ള വലിയ ഉറപ്പാണ്. അപ്പോൾ ക്രിസ്തുവിൽ ജനിച്ചവനാണ് ക്രിസ്തുവിൽ ജീവിക്കുന്നത്. ക്രിസ്തുവിൽ ജീവിക്കുന്നവനാണ് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഉയർക്കുന്നത്. രണ്ടാമത്തെ വരവിനെ പറ്റി ഒന്നും അധികം താമസിക്കാതെ ആരും വെമ്പലപ്പെടേണ്ട. മിനിഞ്ഞാന്നത്തെ ദിവസം യെരുശലേമിൽ പ്രത്യേകമായി അത് ഉണ്ടായി എന്നുള്ളത് എല്ലാവരുടെയും മൊബൈലിനകത്ത് വെബ്സൈറ്റിലും ചാനലിലും ചാറ്റിലും എല്ലാം കിടക്കുന്ന ഒക്കെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊന്നും വെറുതെ ഒന്നുമല്ല, അതൊക്കെ യഹൂദനൊരു മുൻകറിയായി കൊടുത്തിരിക്കുകയാണ്. കാരണം ഇന്നും യേശുവിനെ അംഗീകരിക്കാത്ത ഒരു സമൂഹമാണ് യഹൂദൻ. അതുകൊണ്ട് അവർക്കൊരു മുൻകറിയായി ഒന്നാം കാഹളം അവിടെ ഊതപ്പെട്ടിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, എന്റെ കർത്താവ് വീണ്ടും വരുവാൻ സമയമായി. എന്റെ കർത്താവ് വീണ്ടും വരുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ ഓർന്നുകൊള്ളണം, ക്രിസ്തുവിൽ ജനിച്ചും ജീവിച്ചും മരിച്ചവർ ഉയർക്കും, യാതൊരു സംശയമില്ല. അത് ഞാൻ ഓർപ്പിക്കണം. യേശു ക്രിസ്തു നിന്റെ ഉള്ളത്തിലുണ്ടെങ്കിൽ നീ ഭാരപ്പെടണ്ട. എവിടെ അടക്കിയാലും, ഏത് പള്ളിയിൽ അടക്കിയാലും, ഏത് വിധത്തിലടക്കിയാലും യാതൊരു സംശയമില്ല. വിശുദ്ധ പട്ടക്കാർ ശുശ്രൂഷയിൽ ഇങ്ങനെ ഓർക്കും, ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട ദാസനെ ഞങ്ങളിതാ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൂഴിക്ക് പൂഴിയോട് ചേർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യാത്രയാക്കുമ്പോൾ ഒരു വലിയ പ്രത്യാശയുണ്ട്. പ്രിയപ്പെട്ട ദാസനെ കൈവിടുകയില്ല എന്നുള്ള പൂർണ്ണ ഉറപ്പാണ്. അത് എന്തുകൊണ്ടാണ്? യേശുക്രിസ്തു ഉള്ളത്തിൽ ജനിച്ച് ഉള്ളത്തിലുള്ളവനാണ്. യേശുക്രിസ്തു ഉള്ളത്തിലുള്ളവൻ കാഹളം ഊതുമ്പോൾ ഉയർക്കും, യാതൊരു സംശയമില്ല. ഉദാഹരണം പറയുമ്പോൾ മറ്റൊന്നുമല്ല, എല്ലാവരുടെയും പോക്കറ്റിലുണ്ടൊരു മൊബൈല് വില കൂടിയതായിരിക്കാം, വില കുറഞ്ഞതായിരിക്കാം. മൊബൈലിനകത്ത് സിം കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ടവറിൽ നിന്ന് വെളി വരുമ്പോൾ, അല്ലെങ്കിൽ മൊബൈൽ വില കൂടിയത് കൊണ്ടൊന്നും വലിയ പെട്ടിക്കകത്ത് വെച്ചത് കൊണ്ടൊന്നും മൊബൈലിന് അനങ്ങത്തില്ല. മൊബൈൽ അനങ്ങണമോ അതിനകത്ത് സിം കാർഡ് വേണം. ഓർപ്പിക്കട്ടെ, യേശുക്രിസ്തു നിന്റെ ഉള്ളത്തിലുണ്ടെങ്കിൽ നീ എവിടെ മരിച്ചു കിടന്നാലും, നീ എവിടെ ആയിരുന്നാലും ശബ്ദം കേൾക്കുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചു ഉയർക്കും, മറന്നു പോരുത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ പ്രിയപ്പെട്ട കുഞ്ഞു മരിച്ചായ ഉയർക്കുമെന്നുള്ള വലിയ പ്രത്യാശയോടെയാണ് നമ്മൾ തുടർന്ന് അല്പസമയം കഴിയുമ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞു മരിച്ചാനെ സെമിത്തേരിയിൽ കൊണ്ടുപോയി എന്നേക്കുമായി നമ്മുടെ നിന്നും യാത്രയാക്കുന്നത്. ഇവിടെ നമ്മൾ പാഠം വായിച്ച ഭാഗം കേട്ടു. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ഭാരപ്പെടേണ്ട. കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോകും. കൈപ്പണിയല്ലാത്ത നിത്യമായൊരു വാസസ്ഥലം ഞങ്ങൾക്ക് സ്വർഗത്തിലുള്ളതുകൊണ്ട് ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ടായിരിക്കുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞുമോച്ചാൻ ഈ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാൻ 2-3-4 വർഷമായിട്ട് ശാരീരിക ക്ഷീണവും പ്രയാസവും ഉണ്ടായി. വളരെ ഞരക്കവും പ്രയാസവും വേദനയൊക്കെ ഉണ്ടായിരുന്നു. കൂടാരത്തിൽ ഇരിക്കുമ്പോൾ ഞരക്കമുണ്ട്. ഞരക്കമില്ലാത്ത ആരുമില്ല. ഞരങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കണ്ടാൽ കൊള്ളാം. ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിത യാത്രയിൽ ഞരക്കമില്ലാത്ത ഒരു ദിവസം പോലുമില്ല. ഞരക്കമില്ലാതെ കഴിഞ്ഞു കൂടാൻ പറ്റുകയില്ല. ഒന്നുമില്ലെങ്കിൽ ഉറക്കത്തിലെങ്കിലും ഞരങ്ങും. ഏതായാലും ഞരങ്ങാതെ ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പൗലോസ് ഇങ്ങനെ ഉറപ്പിക്കുന്നു, ഈ കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോവും, കൈപ്പണിയല്ലാതെ നിത്യമായ വാസന സുഖത്തിലുണ്ട്. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ടായിരിക്കുന്നു. ഞരക്കമുണ്ട്. എന്നാൽ ഞരക്കമുണ്ടെങ്കിലും ഒരു ഉറപ്പോടെ പറഞ്ഞിട്ടുണ്ട്, ഈ കൂടാരത്തിരിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരല്ല. ഞരക്കമുണ്ടെങ്കിലും ഞങ്ങൾ നഗ്നരല്ല. കാരണം എന്താ? ഒരു രക്ഷയുടെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. രക്ഷയുടെ വസ്ത്രം ധരിച്ചിട്ടുള്ളവർക്ക് ഒരു പ്രത്യാശയുണ്ട്. എന്താണ്? ഇതിന്റെ മേലെ ഒരു തേജസ്സിന്റെ വസ്ത്രം ലഭിക്കും. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കൂടാരമായ നമ്മുടെ ഭൗമനം കഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായ വാസസ്ഥലം നമുക്ക് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നെങ്കിലും ഞങ്ങൾ നഗ്നരല്ല, ഞങ്ങൾ ഉടുപ്പുള്ളവരാണ്. രക്ഷയുടെ വസ്ത്രം ധരിക്കപ്പെട്ടവരാണ്. രക്ഷയുടെ വസ്ത്രം ധരിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഒരു വലിയ പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. തേജസ്സിന്റെ വസ്ത്രം ഹല്ലേലൂയ ലഭിക്കും. ഈ പ്രിയപ്പെട്ട കുഞ്ഞുവാനിച്ചാനും ആ തേജസ്സിന്റെ വസ്ത്രം ലഭിക്കും എന്നോർത്ത് പ്രത്യാശയോടെ പ്രിയപ്പെട്ട കുഞ്ഞുവാനിച്ചാനെ യാത്രയാക്കുവാൻ പ്രിയപ്പെട്ട തങ്കമാമയ്ക്കും സഹോദരന്മാർക്കും സഹോദരിമാർക്കും ബന്ധുമിത്രാദികൾക്കും കൂട്ടായ്മക്കാർക്കും ദേശവാസികൾക്കും ഇടവക്കാർക്കും സഭക്കാർക്കും എല്ലാവർക്കും ഇടയാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഈ രക്ഷാവസ്ത്രം എങ്ങനെ ലഭ്യമാകും? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-മുള്ള വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ ഉള്ളം കലങ്ങിപ്പോരുത്, ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിലും വിശ്വസിപ്പി. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് ഞാൻ വീണ്ടും നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവുകയാണ്. എങ്ങോട്ട് പോയി? യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ച് പറയുകയാണ്, നിങ്ങളുടെ ഉള്ളം കലങ്ങിപ്പോരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്.
ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാൻ പോകുകയാ. എങ്ങോട്ട് പോയിരിക്കുക ചോദിച്ചാൽ പറയും, കർത്താവ് പോയിരിക്കുക, വീട് ഒരുക്കാൻ പോവുക. വീട് ഒരുക്കി കഴിയുമ്പോൾ മടങ്ങി വരും. അല്ല, അവൻ പ്രിയ ദൈവമക്കളെ, പിതാവിൽ വാസസ്ഥലം ഉണ്ട്. അത് എനിക്കും നിനക്കും ഒരുക്കപ്പെടണമോ, റിസർവേഷൻ ഉണ്ടാകണമോ, അതിനുവേണ്ടി കർത്താവ് പോയി. എങ്ങോട്ട്? ഗോൽഗുത്തയിലേക്ക് പോയി. അവൻ കാൽവറിയിൽ പോയി. അവൻ നമുക്ക് വേണ്ടി യാഗമായി. അവൻ ഗോൽഗുത്തയിൽ പോയി, കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായപ്പോൾ അവന്റെ ക്രൂശ് മരണത്താൽ എനിക്കും നിനക്കും ഈ രക്ഷാവസ്ത്രം ധരിക്കുവാൻ ഇടയായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, യേശു ക്രിസ്തു ക്രൂശിൽ ആമേൻ യാഗമായി. എനിക്ക് വേണ്ടി എന്റെ പാപത്തിൽ അവന്റെ യേശുക്രിസ്തുവിൻ ആവുന്ന കുഞ്ഞാടിന്റെ അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്തിൽ നീ ശുദ്ധീകരണം പ്രാപിച്ചാൽ നിനക്ക് ഈ രക്ഷാവസ്ത്രം ലഭ്യമാകും. ഈ രക്ഷാവസ്ത്രം ധരിപ്പിക്കപ്പെട്ടവർക്ക് പ്രിയ ദൈവമക്കളെ, തേജസ്സിന്റെ ഒരു വസ്ത്രമുണ്ട്. ആ തേജസ്സിന്റെ വസ്ത്രം ധരിപ്പാൻ പ്രിയപ്പെട്ട കുഞ്ഞുമനുഷ്യൻ കടന്നു പോയിരിക്കുന്നു എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കട്ടെ, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം വെറുതെ പറഞ്ഞതല്ല. ഇതൊരു കെട്ടുകഥയല്ല, കടങ്കഥയല്ല. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം ചരിത്ര സത്യമാണ്. ഈ പകൽക്കാലം ഉറക്കെ പ്രഖ്യാപിക്കുന്നു, വീണ്ടും ഉറക്കെ പ്രഖ്യാപിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം ചരിത്ര പ്രഖ്യാപനമാണ്, ചരിത്രരേഖയാണ്. അത് ചരിത്രമാണ്. അല്ലാതെ ഇത് കെട്ടുകഥയോ കടങ്കഥയോ ഉപമകളോ അല്ല. യേശു ക്രിസ്തു ജനിച്ചു, ക്രൂശിൽ മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് സത്യം, 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 യാതൊരു സംശയമില്ല എന്ന് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് അടക്കപ്പെടുന്നു, ഉയർക്കപ്പെടുന്ന കാലം എന്ന് പ്രിയ ദൈവമക്കളെ, റോമാ സാമ്രാജ്യത്തിന് ചക്രവർത്തി അയക്കുന്ന കൈസർ രാജ്യം ഭരിക്കുമ്പോൾ, യെരുശലേമിന്റെ ഭരണം ചക്രവർത്തിയാകുന്ന കൈസർക്കായിരിക്കുമ്പോൾ, ഇടപ്രഭുവാകുന്ന പീലാത്തോസ് യെരുശലേം വാണുകൊണ്ടിരിക്കുന്നു. ഇടപ്രഭുവാകുന്ന പീലാത്തോസ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോമാ ചക്രവർത്തിയാകുന്ന കൈസറുടെ മുദ്രാമോതിരം വെച്ച് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ അംഗീകാരം കൊടുത്തു. ആ മുദ്രാമോതിരം വെച്ച് അവന്റെ ശവകുടീരത്തിന് മുദ്രയും വെച്ചു. എന്നാൽ ഈ ലോകത്തിന് മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് ഹല്ലേലൂയ, മൂന്നാം നാൾ അവൻ ഉയർന്നേറ്റു. എന്റെ കർത്താവ് ഉയർന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ദൂതന്മാർ പ്രഖ്യാപിച്ചു, ഈ യേശുവിനെ നിങ്ങൾ പോകുന്നത് പോലെ കണ്ടതുപോലെ ഇവൻ പോയതുപോലെ വീണ്ടും മടങ്ങി വരും. ഇവൻ മടങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, യേശു ക്രിസ്തുവിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെടുന്നവർ അവന്റെ കാഹളം നിലയ്ക്കുമ്പോൾ ഉയർക്കും. ഈ പ്രിയപ്പെട്ട കുഞ്ഞുമനുച്ചാനും അന്ന് ഉയർക്കുമെന്നുള്ള വലിയ പ്രത്യാശയോടെ പ്രിയപ്പെട്ട കുഞ്ഞുമനുച്ചാനെ യാത്രയാക്കുവാൻ പ്രിയപ്പെട്ട തങ്കമാമയും കുഞ്ഞുങ്ങൾ സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെ എല്ലാവരെയും പ്രത്യേകിച്ച് എല്ലാവരെയും ഒക്കെ എടുത്ത് പറയാൻ ആഗ്രഹമുണ്ട്.
രാജുവിന്റെ ശുശ്രൂഷയൊക്കെ തീർച്ചയായിട്ടും വളരെ അഭിമാന്യമായിരുന്നു. മറ്റെല്ലാ സഹോദരിമാരൊക്കെയും എല്ലാവരും സഹോദരന്മാരും ഒക്കെ ഓരോരുത്തരും വന്ന് കാണുകയും അമ്മ എല്ലാ കാര്യങ്ങളിലും ഒക്കെ ചെയ്ത് യാത്രയാക്കി. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, അതിലൊക്കെ പ്രിയപ്പെട്ട കുഞ്ഞുമോനിച്ചാൻ ഇനി ഒന്നും ഭൂമിയിൽ ചെയ്യാനില്ല. അദ്ദേഹം ചെയ്യേണ്ട സകല കാര്യവും ചെയ്തു തീർത്തു. എന്നാൽ പ്രിയപ്പെട്ട ദൈവം നമ്മൾ എങ്ങനെയായിരിക്കുന്നു, അതുകൊണ്ട് അവനവൻ ശോധന ചെയ്ത് ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കുമാറാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പറയകാട് കുടുംബയോഗത്തിന്റെ അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്ക് ചേർക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സർ. എൻ്റെ ഉപ്പാപ്പൻ്റെ ഭാര്യയും റാന്നിയങ്ങാടി ബ്ലോക്കിന്റെ മെമ്പറുമായിരിക്കുന്ന ശ്രീമതി മേഴ്സി പാണ്ഡ്യത്ത് ഇപ്പോൾ ഏതാനും വാക്കുകളിൽ അനുശോചനം അറിയിക്കും. തുടർന്ന് ഏതാണ്ട് 32 വർഷക്കാലം കുഞ്ഞുമൻചാന്റെ കൂടെ ബഹ്റിനിലായിരുന്ന മാവേലിക്കര സ്വദേശി മിസ്റ്റർ പാപ്പച്ചൻ അങ്കിള് അത് കഴിയുമ്പോൾ അനുശോചനം അറിയിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട കുഞ്ഞുമൻചാന്റെ വേർപാടി ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട തങ്കമ്മാമ, സഹോദരി പുത്രൻ പ്രിയപ്പെട്ട അജുവച്ചൻ അടക്കമുള്ള പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനങ്ങളെ, ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ അന്തരീക്ഷത്തില് മനുഷ്യ വാക്കുകൾക്കൊട്ടും പ്രസക്തിയില്ല എങ്കിൽ തന്നെയും വേദപുസ്തകത്തിലെ ഒരു കൊച്ചു വാക്യം നമ്മെ ഇപ്രകാരം ഓർപ്പിക്കുന്നു: ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊള്ളുവീൻ. ഞങ്ങളുടെ ഭവനവും ഈ ഭവനവുമായിട്ടുള്ള ബന്ധം വളരെ വലുതാണ്. പ്രിയ കുഞ്ഞുമൻചായന്റെ മാതാവും ഞങ്ങളുടെ മാതാവും സഹോദര മക്കളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്രകാരമുള്ള സ്നേഹബന്ധങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല എങ്കിൽ തന്നെയും ആവോളം സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുവാൻ ശ്രമിച്ച പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, ഇന്ന് അന്യപ്പെട്ടുപോയ സ്നേഹബന്ധം കഴിഞ്ഞ ഈ 2016 തിരുവോണ ദിവസം ഞങ്ങൾ ഈ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ പ്രിയ കുഞ്ഞുമനിച്ചായൻ രോഗശയ്യയിലായിരുന്നുവെങ്കിലും തന്റെ രക്തബന്ധത്തിൽപ്പെട്ട എല്ലാ കുഞ്ഞുകുട്ടി ആബാലവൃദ്ധത്തെയും ഈ ഭവനത്തിൽ വിളിച്ചുകൂട്ടി ഇല വെട്ടിയിട്ടുകൊണ്ട് ഓണസദ്യ കൊടുക്കുവാനുള്ള അദ്ദേഹത്തിന്റെ വലിയ തിടുക്കം എന്റെ കൺദൃഷ്ടിയിൽ എനിക്ക് കാണുവാനിടയായി തീർന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞത്, അന്യപ്പെട്ടുപോയ സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാൻ അവോളം ശ്രമിച്ചിരുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമൻചായൻ, അതുകൊണ്ട് തന്നെ തന്റെ മനോദുഃഖം ഇല്ലായ്മ പുള്ളിക്ക് അറിയാൻ കഴിയാതെ വണ്ണം സഹോദര മക്കളും സഹോദരങ്ങളും നന്നായി അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു, കരുതിയിരുന്നു, ശുശ്രൂഷിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നു. പ്രിയപ്പെട്ട തങ്കമാമയും അതുപോലെ തന്നെ കണ്ട നാൾ മുതൽ ഒരു സഹോദരിയെ പോലെ ഞങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. ഏകാന്തതയുടെ വേദന അറിയുന്ന കർത്താവ് പ്രിയമ്മാമെ നിമിഷം തോറും ആശ്വസിപ്പിക്കട്ടെ. ഒരു തോട്ടക്കാരൻ തന്റെ തോട്ടത്തിൽ ഇഷ്ടമുള്ള പുഷ്പത്തെ ഏത് സമയത്തും പറിച്ചു മാറ്റുവാൻ, എടുത്തു മാറ്റുവാൻ അവകാശമുണ്ട്. പ്രിയ കുഞ്ഞുമോനിച്ചാനെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ നിർവഹിച്ചതിന് ശേഷം മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്നുള്ള ഇമ്പശബ്ദത്തിന്റെ മുൻപിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ട കുഞ്ഞുമൻചാൻ, പ്രിയ സഹോദരങ്ങളെ എല്ലാം ദൈവം ആശ്വസിപ്പിക്കട്ടെ. വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം: നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാകളനാദത്തെങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാകളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ മർത്യമായത് അമർത്യത്തെയും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനം നിവർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിനു സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വൃഥാവല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവേൻ. കർത്താവിന്റെ ഗംഭീര ധ്വനിയുടെ സുദിനത്തില്, ഉയർപ്പിന്റെ സുപ്രഭാതത്തില് പ്രിയ പിതാവിനെ ചെന്ന് കാണാമെന്നുള്ള വലിയ പ്രത്യാശ കൊണ്ട് ദുഃഖിച്ചിരിക്കുന്ന ജീവിതങ്ങളെല്ലാം ദൈവത്തിന്റെ ആത്മാവ് ആശ്വസിപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിന്റെയും റാന്നി ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടിയുമുള്ള അനുശോചനം ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. താങ്ക് യു മിസ്റ്റർ പാപ്പച്ചൻ മാവേലിക്കര. കുടുവിട്ടോടുവിൽ ഞാനൻ നാട്ടിൽ വീടിന്റെ ഉള്ളിലെത്തും പാടിടും ജയ
ഗീതമേ ഞാൻ പാടുകളേറ്റവനായി പാടിടും ജയഗീതമേ ഞാൻ പാടുകളേറ്റവനായി ലോകമെനിക്കു വേണ്ട ലോകത്തിനിമ്പം വേണ്ട പോകണമേശുവിൻ ബാധെ നോക്കി ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി കൂടുവിട്ടോടുവിൽ ഞാനൻ നാട്ടിൽ വീടിന്റെ ഉള്ളിലെത്തോ പാടിടും ജയഗീതമേ ഞാൻ പാടുകളെ പാടിടും ജയഗീതമേ ഞാൻ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, നാം എല്ലാവരും മരിക്കേണ്ടവരല്ലയോ? ഇവിടെ ഇരിക്കേണ്ടതായ നമ്മളോടെല്ലാവരും വിശുദ്ധ വചനത്തിൽ കൂടി ശമൂവേൽ പ്രവാചകൻ പറയുന്നു, നാം എല്ലാവരും മരിക്കേണ്ടവരല്ലയോ? അപ്പോൾ നാം എല്ലാവരും ഈ ലോകത്തിൽ നിന്ന് ഒരു കാലത്ത് ഇവിടം വിട്ടുപോകേണ്ടിയവരാണ്. എല്ലാവരും പണ്ഡിതന് പ്രകാരം പറഞ്ഞു, എല്ലാവരും ജനിക്കുന്നത് മരിക്കാൻ വേണ്ടിയും എല്ലാവരും മരിക്കുന്നത് കർത്താവിനോടുകൂടി ജീവിക്കാൻ വേണ്ടിയുമാണെന്ന്. അപ്പോൾ നാമൊക്കെ ഇവിടെ ജനിച്ചിരിക്കുന്നത് ഒരു നാൾ മരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കർത്താവിൽ ജീവിച്ചുകൊണ്ട് ജീവിക്കുക ഒരു ആയുഷ്കാലം കഴിച്ചുകൂട്ടുകയാണെങ്കിൽ കർത്താവിനോടുകൂടി നമുക്ക് ജീവിക്കുവാൻ തക്കവണ്ണം ഒരു പുതിയ പ്രവേശനം ദൈവം തരും. ഇപ്പോൾ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ പ്രിയ കുഞ്ഞുമോൻ, ഞങ്ങൾ കുഞ്ഞുമോൻ എന്നാണ് വിളിക്കുന്നത്, ഞങ്ങളൊക്കെ എന്നേക്കാളും ഉള്ളതാ കുഞ്ഞുമോൻ. അപ്പോൾ പ്രിയ കുഞ്ഞുമോൻ ഒരു പുതിയ ഗ്രഹപ്രവേശനത്തിന് പോയിരിക്കുകയാണ്. വേദപുസ്തകം പറയുകയാണ്, ഒരു ഭക്തൻ മരിച്ചു ചെല്ലുമ്പോൾ പുതിയ ഗ്രഹപ്രവേശനം നടക്കുകയാണ്. നമ്മുടെ വീട് പണിഞ്ഞ് അതിലൊരു പുതിയ ഗ്രഹപ്രവേശനത്തിന് വേണ്ടി നമ്മളെ ക്ഷണിക്കുമ്പോൾ അവിടെ സ്വീകരിക്കുവാൻ നിൽക്കുന്നത് പോലെ മാലാഖമാരിപ്പോൾ തന്റെ ഭക്തന്റെ തന്റെ മകന്റെ ആ പുതിയ ഭവനത്തിലേക്ക് സ്വീകരിച്ച് കയറ്റുവാൻ തക്കവണ്ണം അവിടെ ഇപ്പോൾ നല്ലൊരു ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യോസഫ് തന്റെ പിതാവിനെ യാക്കോബിനെ ഫറവോന്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിർത്തി ഗോശേൻ ദേശത്തേക്ക് താമസിക്കുവാനായിട്ട് വിളിച്ചപ്പോൾ ജോസഫിനോട് അല്ലെങ്കിൽ യാക്കോബിനോട് ഫറവോൻ ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ എത്ര വയസ്സായി? അപ്പോൾ ഫറവോൻ ഉൽപ്പത്തി പുസ്തകം കൈ ഉയർത്തി യോസഫ് ഫറവോനെ അനുഗ്രഹിച്ചിട്ട് പറയാണ്, വൃദ്ധനായ ഒരു മനുഷ്യൻ മുമ്പിൽ വന്ന് നിന്നപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ എത്ര വയസ്സായി? വയസ്സ് പറയുന്നതിന് മുമ്പായി രാജാവിനെ അനുഗ്രഹിച്ചിട്ട് പറയാണ്, എന്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണ കാലം പോലെ എന്റെ പ്രായം ആയിട്ടില്ല. അപ്പോൾ ദൈവം തമ്പുരാൻ യാക്കോബിനെ ഫറവോന്റെ മുമ്പിൽ നിന്ന് ഗോശാൻ ദേശത്താക്കിയപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദേശത്ത് കാലുകുത്തി 147 വർഷക്കാലം യോസഫിനെ ദൈവം തമ്പുരാൻ അവിടെ താമസിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി. യാക്കോബ് ഫറവോന്റെ മുമ്പിൽ നിന്നപ്പോൾ അനുഗ്രഹിച്ചതുപോലെ ദൈവം തമ്പുരാൻ നമ്മളെ ഈ ലോകത്തിൽ അനുഗ്രഹിക്കുകയാണെങ്കിൽ നാം ഈ ലോകത്തിൽ ഞാൻ പാടിയതുപോലെ കൂടുവിട്ട് കടന്നു പോവുകയാണെങ്കിലും ഭക്തൻ പറഞ്ഞതുപോലെ ഒരിക്കൽ നാം മരിച്ചേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ലോകജീവിതം നയിക്കുമ്പോൾ നാം ഒരു സന്തോഷമുള്ള ജീവിതം, മറ്റുള്ളവർക്ക് ഉപകാരമുള്ള ഒരു ജീവിതം നാം നയിച്ചു പോകേണ്ടതായ ആവശ്യം വിശുദ്ധ വചനത്തിൽ കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ അനുശോചനം രേഖപ്പെടുത്തുവാനായിട്ട് ഞാൻ നിന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെങ്കിലും എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കുവാൻ സാധ്യമല്ല. ഇവിടെ എനിക്ക് മുൻപായി പറഞ്ഞതായ വ്യക്തികൾ പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് തന്റെ മകനെ ദൈവം തമ്പുരാൻ മേഘന്റെ പ്രദേശത്താക്കി. നല്ല സുമുഖൻ സുന്ദരൻ മിടുമിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ മേഘന്റെ പ്രദേശത്ത് വന്നു.
അദ്ദേഹം താമസിക്കുന്ന പ്രദേശത്ത് ഞാനും ആ പ്രദേശത്ത് എന്ന സമയത്ത് ഒരു വ്യക്തി പറഞ്ഞു, താമസിക്കാൻ ഒരു സൗകര്യം വേണം. പ്രിയ കുഞ്ഞുമോൻ എന്നെ സ്നേഹിച്ചു, ജീവിക്കുവാൻ തക്കവണ്ണം ആ ഭവനത്തിൽ എനിക്കൊരു അംഗമായിട്ടൊരു സഹോദരനെ പോലെ കരുതി അവിടെ താമസിക്കുവാനായിട്ട് സാധിച്ചു. തന്റെ മകൻ അന്നു മുതൽ ഒരു തീഷ്ണതയുള്ള മകനാണ് ദേവാലയത്തിന് വേണ്ടി. ഇവിടെ പ്രിയ കുഞ്ഞുമോന്റെ സ്നേഹിതൻ, ഞങ്ങളെല്ലാം വിളിക്കും പുത്തങ്കാവ് കുഞ്ഞുമോൻ എന്ന് വിളിക്കുന്ന പ്രിയ കുഞ്ഞുമോൻ സഹോദരനുണ്ട്. ഇവരൊക്കെ അന്ന് പള്ളിക്ക് വേണ്ടി വളരെ തീഷ്ണതയോടുകൂടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ പ്രദേശത്തേക്ക് വരുവാൻ തക്കൊണ്ട് ഇവിടെ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ വന്നു. കോന്നിയിൽ നിന്ന് ഇവിടെ നിൽക്കുന്നതായ പ്രിയ അച്ഛൻകുഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു, പ്രിയ തങ്കമ്മ സഹോദരിയുടെ ഭർത്താവായ കുഞ്ഞുമോൻ സുഖമില്ലാതെക്കുന്നു, പാപ്പച്ചാനോട് വരെ പോകുമോ എന്ന് ചോദിച്ചു. ഞാൻ അന്നേരം തന്നെ റെഡിയായി ഇവിടെ വന്നു. ഇവിടെ വന്ന സമയത്ത് പ്രിയപ്പെട്ട കുഞ്ഞുമോൻ എന്നോട് 1.5 മണിക്കൂർ സംസാരിച്ചു. കഴിഞ്ഞ ആഴ്ച 1.5 മണിക്കൂർ എന്നോട് സംസാരിച്ചു. ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞു കുറച്ച് സമയം കൂടി ഇരുന്ന് വർത്തമാനം പറയുന്ന ഒരു സന്തോഷമാണല്ലോ എന്ന്. അപ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ എന്നോട് ചോദിച്ചതായ ഒത്തിരി കാര്യങ്ങൾ, എല്ലാ വ്യക്തികളുടെയും ബഹറിലുണ്ടായിരുന്നവരുടെ പേരുകൾ എന്നോട് ചോദിച്ചു. ഇന്നവരുടെ അതിൽ ഒത്തിരി ആളുകൾ ലോകത്തിൽ നിന്ന് കടന്നുപോയി. ഞങ്ങളെ സ്നേഹിച്ചിരുന്ന ഒത്തിരി പേര്, പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ചവര്, നല്ല ജോലിയിലിരുന്നവര്, വലിയ കമ്പനിയുടെ മാനേജർമാര്, 1-1.5 ലക്ഷം രൂപ മേടിച്ചിരുന്നവര് ഒക്കെ ആളുകൾ കടന്നുപോയി. അപ്പോൾ കുഞ്ഞുമോൻ പറയാണ്, പ്രിയ പാപ്പച്ച, ഞാനും തോമസ് എന്ന് പറയുന്ന ഒരാളും കൂടി ഇന്ന് കാണുന്ന വലിയ ദേവാലയം അവിടെ ഉയരുവാൻ തക്കവണ്ണം എത്ര വീടിന്റെ പടികൾ കയറിയിറങ്ങിയതാണ്. അതൊക്കെയും ഓർക്കുമ്പോൾ, പ്രിയ കുഞ്ഞുമോനെ കുറിച്ച് പറയുമ്പോൾ, ആ ദേശത്ത് ആര് വന്നാലും സഹായിക്കും. ജോലിക്ക് വേണ്ടി ഏതെങ്കിലും പള്ളിയിൽ വരുന്ന ഉന്നതന്മാരുടെ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവരോട് റെക്കമെൻഡ് ചെയ്യും. പ്രിയ തങ്കമ്മ സഹോദരിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കാണുന്നതായ സമയം മുതൽ പലപ്പോഴും വളരെ സഹായിച്ചു. എയർപോർട്ടിൽ വന്നിരുന്ന് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാത്ത വ്യക്തികൾ